ഒന്നും ആയില്ലേ, ഒന്നും അവർക്കറിയാം, ഒന്നും ആയില്ലെന്ന്. മക്കളായില്ല എന്നവർക്കറിയാം. എങ്കിലും അവരെ കാണുന്ന സമയത്ത് ചോദിക്കും, ഒന്നും ആയില്ലേ, ഒന്നും ആയില്ലേ, ഒന്നും ആയില്ലേ. അത് കളിയാക്കല, അങ്ങനെ ചോദിക്കരുത്. നിനക്കറിയാം അവർക്ക് മക്കളായില്ലെന്ന്, പിന്നെ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? എടോ, മക്കളില്ലാത്തവരായ സഹോദരിമാരോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താ? അവരോട് നീ പറഞ്ഞു കൊടുക്ക അസ്തഗ്ഫിറുല്ലാഹ് പറയാൻ. നിങ്ങൾക്കറിയോ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് മക്കളില്ല. നിങ്ങൾ അള്ളാഹുവിനെ കണ്ട പ്രവാചകനാണ്, നിങ്ങൾ അള്ളാഹുവിനെ കണ്ട പ്രവാചകനാണ്, അതുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യും. മൂസാ നബി അള്ളാഹിനോട് ദുആ ചെയ്തു, പടച്ചവനെ ഈ പെണ്ണിന് മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ് പറഞ്ഞു, മൂസാ ദുആ ചെയ്യണ്ട, ആ പെണ്ണ് പ്രസവിക്കാത്ത പെണ്ണാണ്. അതിനെന്താ പറയുക? പ്രസവിക്കാത്ത പെണ്ണിന് എന്തോ പറയും ഞങ്ങളുടെ നാട്ടിൽ, ഇവിടുത്തെ ഭാഷ എനിക്കറിയില്ല. ഈ പെണ്ണ് പ്രസവിക്കൂല. മൂസാ നബിയോട് ഈ പെണ്ണ് പിന്നെയും പറഞ്ഞു, നബി എനിക്ക് വേണ്ടി ദുആ ചെയ്യും. മൂസാ നബി പിന്നെയും ദുആ ചെയ്തു. അല്ലാഹ് പറഞ്ഞു, അവള് പ്രസവിക്കാത്ത പെണ്ണാ, നിന്നോട് പറഞ്ഞില്ലേ മൂസാ? മൂസാ നബി അലൈഹിസ്സലാം ദുആ നിർത്തി, ഈ പെണ്ണ് പോയി. കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഈ പെണ്ണൊരു കുഞ്ഞുമായിട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നു. മൂസാ നബിയുടെ മുമ്പിൽ കുഞ്ഞുമായിട്ട് വന്നു. അപ്പൊ മൂസാ നബി ചിന്തിച്ചു, പടച്ചോനെ, ഇതാ ആ പെണ്ണ് വന്നിട്ട് പറയാ, നബിയെ, എനിക്ക് കുഞ്ഞിനെ കിട്ടി കേട്ടോ, ഇത് നല്ല മോനാകാൻ ദുആ ചെയ്യണേ, എനിക്ക് അല്ലാഹ് സന്താനത്തെ തന്നു, നല്ല മകനാകാൻ ദുആ ചെയ്യും. മൂസാ നബി കണ്ണുന്നില്ല നിൽക്കുക, പടച്ചോൻ അല്ലാഹല്ലേ പറഞ്ഞു ഇവള് പ്രസവിക്കൂല എന്ന്, പിന്നെ എങ്ങനെ മക്കളുണ്ടായേ? പഠിക്കണം. മക്കളില്ലാത്ത പാവപ്പെട്ട സഹോദരിമാരോട് ഒരിക്കലും നിങ്ങൾ എന്തേ ആയില്ലേ 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 എന്ന് ചോദിക്കരുത്. ഈ ദിക്ർ പറഞ്ഞു കൊടുക്കും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവരുടെ വേദന, പലരും കല്യാണത്തിന് പോകത്തില്ലടോ, 4 പേര് കൂടുന്നിടത്ത് പോകത്തില്ല. സങ്കടം. കാരണം എന്താ? ഇന്നലെയും ഞാനൊരു സഹോദരി പറഞ്ഞു, ഉസ്താദെ സങ്കടവാ, എന്നും പൈസ നമ്മൾ വന്നപ്പോഴല്ലേ 14 വർഷമായിട്ട് മക്കളില്ലാത്തവർ. മക്കളൊക്കെ അല്ലാഹ് തരുമ്പോഴോ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മൂസാ നബി അള്ളാഹിനോട് ചോദിച്ചു, പടച്ചവനെ ഈ പെണ്ണ് പ്രസവിക്കില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെ എങ്ങനാ? അപ്പോഴാ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഈ പെണ്ണ് പ്രസവിക്കാത്തവളാണെന്ന് ഞാൻ പറഞ്ഞപ്പോഴും ഇവളൊരു ദിക്ർ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഇവള് പ്രസവിക്കാത്ത പെണ്ണാണെന്ന് ഞാൻ നിന്നോട് പറയുമ്പോഴും ഈ പെണ്ണ് പറഞ്ഞതൊരു ദിക്റാ. ആ ദിക്റിന്റെ മഹത്വം കൊണ്ടാ ഞാൻ മക്കളെ കൊടുത്തത് എന്ന് അള്ളാഹു പറയുകയാ. ആ ദിക്ർ പഠിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ വരെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ദിക്റുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞിരട്ട ദിക്ർ മക്കളില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. യാ റഹീമു യാ അല്ലാഹ്. ഏതാ ദിക്ർ? ഏ കരുണയുള്ള അല്ലാഹ്, ഏ കരുണയുള്ള അല്ലാഹ്. പ്രസവിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഈ പെണ്ണ് പറഞ്ഞെന്താ? ഏ കരുണയുള്ള അല്ലാഹ്, ഏ കരുണയുള്ള അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്. മക്കളില്ലാത്തവർ ഇന്ന് മുതൽ പറ, കണ്ട ഗുളിക മേടിച്ച് കഴിക്കല്ലേ. മക്കളില്ലാത്ത സഹോദരി യാ റഹീമു യാ അല്ലാഹ് എന്ന് പറയുന്നത്